ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ വാസുകിയും അയ്യപ്പനും കൂടി വരുണിനെ തല്ലി ചതക്കുകയാട്ടോ ചെയ്യുന്നത്. എന്തായാലും ഇനി മേലാൽ ഇവൻ കൺമണിയുടെയും ക്രിസ്റ്റാറിൻ്റെയും പുറകെ പോകാൻ പാടില്ല. ഇവന് ഇത് തന്നെയാണ് ശിക്ഷ. ഇവനെ ഞാൻ പെട്ടെന്ന് കൊണ്ടുപോയി സ്റ്റേഷനിൽ കൊണ്ടുപോയി ആക്കട്ടെ എന്ന് വാസുകിയോട് പറയുമ്പോൾ വാസുകി ചോദിക്കുന്നുണ്ട്, അയ്യപ്പ അത് ശരിയാവും തോന്നില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനെ സ്റ്റേഷനിൽ കൊണ്ടുപോയാൽ നിന്നെ അവർ പിടിച്ച് അകത്താക്കില്ലേ എന്ന് പറയുമ്പോൾ ഇല്ല, അതിനെക്കുറിച്ച് നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ ഒരു ഭ്രാന്തിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുണ്ടല്ലോ, എനിക്ക് ചിലപ്പോഴൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അതുണ്ടെങ്കിൽ തന്നെ അവർക്ക് എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതുണ്ടാകുമ്പോഴത്തേനും ഇവനെ എനിക്ക് അകത്താക്കാനും സാധിക്കുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇവനെ മാത്രം നമ്മൾ ശരിയാക്കിയാൽ പോരല്ലോ, ആ മാനസയും കൂടെ കൈകാര്യം ചെയ്യണ്ടേ എന്ന് പറയുമ്പോഴത്തേനും നീ എന്തായാലും മാനസയെ കൈകാര്യം ചെയ്യാൻ നോക്ക്, ഞാൻ ഇവനെ കൊണ്ടുപോയി സ്റ്റേഷനിലാക്കട്ടെ എന്ന് പറയുന്നു. അങ്ങനെ അയ്യപ്പൻ ആ ഒരു വരുണിനെ ഏറ്റിപ്പിടിച്ച് കൊണ്ടുവരാട്ടോ. എന്നിട്ട് സ്റ്റേഷനിൽ കൊണ്ടേ കിടത്തുന്നു. അപ്പോൾ ഒരു കോൺസ്റ്റബിൾ ചോദിക്കുന്നുണ്ട്, എന്താ ഇത് ഒരു ഓണ സമ്മാനം അതാണ് കേട്ടോ എന്ന് പറയുന്നു. അങ്ങനെ അനിരുദ്ധൻ വരുന്നുണ്ട്. ഇത് കാണുമ്പോൾ ഞെട്ടുന്നുണ്ട് കേട്ടോ. വരുണെ എന്ത് പറ്റിയടാ, എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. സാറേ, ഞാൻ തന്നെയാണ് ഇത് ചെയ്തത്, എനിക്കിവനെ ഒന്ന് അടിക്കണം തോന്നി അങ്ങ് അടിച്ചു എന്ന് പറയുന്നു. എന്താടാ നീ പണി കാണിച്ചത്? എൻ്റെ പൊന്ന് സാറേ, ഇവൻ എൻ്റെ വഴി മുടങ്ങി നിന്നു, ഞാനിവനെ തല്ലി ചതച്ചു, അത്ര തന്നെ, പിന്നെ വേറൊന്നും സംഭവിച്ചില്ല. പെട്ടെന്ന് ഇവിടെ കൊണ്ടുപോയി ആക്കുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഇവനെ കൊണ്ടുപോയി ജയിലിലടക്കിയെന്ന് പറയുമ്പോഴത്തേനും അങ്ങനെ എന്നെ ജയിലിലടയ്ക്കാനൊന്നും പറ്റില്ല, എനിക്ക് ഈ ഭ്രാന്ത് വന്നിട്ടുള്ള ഒരാളാണ്, അതിൻ്റെ സർട്ടിഫിക്കറ്റും എൻ്റെ കയ്യിലുണ്ടെന്ന് പറയുന്നു. എന്തൊക്കെയാണ് താൻ ഈ പറയുന്നത്? ഇത് കണ്ടോ സാറേ, ഇതൊന്ന് വായിച്ചു നോക്കുമെന്ന് പറയുന്നു. അങ്ങനെ വായിച്ചു നോക്കുമ്പോഴത്തേനും അനിരുദ്ധൻ സാറിനോട് ചെന്ന് പറയുന്നുണ്ട് കോൺസ്റ്റബിൾ, ഇത് സത്യമായിട്ടുള്ള കാര്യമാണ്, ഇവനെ പിടിച്ച് അകത്താക്കിയാൽ മീഡിയക്കാർ അടങ്ങി നിൽക്കില്ല, നമ്മുടെ തൊപ്പി തെറിക്കാൻ സാധ്യതയുണ്ട്, ഇവനെ വിട്ടയക്കായിരിക്കും നല്ലത്, എത്രയും പെട്ടെന്ന് ഇവനെ പറഞ്ഞയക്കടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞയക്കാട്ടോ ചെയ്യുന്നത്. അങ്ങനെ വരുണ് വേദനിച്ച് നിലവിളിക്കുന്നുണ്ട്, എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേ എന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് തന്നെയാണ് അനിരുദ്ധൻ മാനസയെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. മാനസ, അനിരുദ്ധനെ അടിച്ചു തകർത്ത് ഒരാളിവിടെ കൊണ്ടുവന്നാക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ് സാറി പറയുന്നത്? എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എനിക്കും വലിയ പിടുത്തമൊന്നുമില്ല. പക്ഷേ അയാളെക്കുറിച്ചും എന്താ ഇതിൻ്റെ പുറകിലുള്ള കാര്യങ്ങളെക്കുറിച്ചും ഞാൻ നന്നായിട്ട് അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ വരുൺ പറയുന്നത് അടുത്ത ശിക്ഷ മാനസികമുള്ളതാണെന്നാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സൂക്ഷിച്ചാൽ മാനസിക കൊള്ളാം. ഞാനൊരു മുന്നറിയിപ്പ് തന്നേ ഉള്ളൂ. സർ പെട്ടെന്ന് അത് അന്വേഷിക്കണം എന്ന് പറയുന്നുണ്ട്. ഞാൻ അന്വേഷിക്കാം, പക്ഷേ മാനസ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ മാനസ ഫോൺ ചെയ്ത് കഴിയുന്ന സമയത്ത് തന്നെ വാസുകി അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, മാനസ നീ ആരാണ്? ഞാൻ ആരാ നിനക്ക് അറിയണടി എന്ന് പറഞ്ഞിട്ട് മാനസയെ അങ്ങ് തല്ലി ചതയ്ക്കുന്നുണ്ട് കേട്ടോ. നിനക്കുള്ള ശിക്ഷ ഞാൻ തരുന്നുണ്ടെന്ന് പറഞ്ഞ് കൈയൊക്കെ പുറകെ കെട്ടി നന്നായിട്ട് അടിച്ച് തമർക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും രണ്ട് ശത്രുക്കൾക്കും നല്ല ശിക്ഷ തന്നെയാണ് വാസുകി അയ്യപ്പനും കൂടി ഒരുക്കിയത്. പിന്നീടും കൃഷ്ണയാട്ടോ കാണിക്കുന്നത്. കൃഷ്ണ കൺമണി ഹോസ്പിറ്റലായത് മുതൽ ഒന്നും തന്നെ കഴിച്ചിട്ടില്ല. ഭക്ഷണമായിട്ട് കൃപ വരുന്നുണ്ട്. ഏട്ടാ ഇത് കഴിക്കുമെന്ന് പറയുന്നു. എനിക്ക് വേണ്ട മോളെ, എനിക്ക് വിശക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, എത്ര സമയമായി ഏട്ടൻ ഇങ്ങനെ പട്ടിണി കിടക്കുന്നു. ആ കൺമണി അവളൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല, സദ്യയുടെ മുന്നിൽ നിന്ന് ഇറങ്ങിപ്പോയവളാണ് പാവം, അവൾക്കൊന്നും കഴിക്കാനും പറ്റിയില്ല, അവളുടെ മനസ്സാകെ തകർന്ന മട്ടിലായിരിക്കും ഉണ്ടാവുക. കൺമണി കഴിച്ചോളും, ഏട്ടൻ കഴിച്ചില്ലെങ്കിൽ ആ മനസ്സിനും വേദനിക്കില്ലേ? എങ്ങനെ എനിക്ക് കഴിക്കാൻ തോന്നുന്നു മോളെ എന്ന് പറയുന്നുണ്ട്. ഏട്ടൻ കൺമണിയിൽ ഇത്രമാത്രം ആകൃഷ്ടമായത് എന്തുകൊണ്ടാണ്? ഇത്രമേൽ ഇഷ്ടപ്പെടാൻ കാരണം എന്താണ്? നമ്മുടെ കമ്പനിയിൽ ഒരു സ്റ്റാഫ് മാത്രമായിരുന്നില്ലേ കൺമണി? ഇത്രമാത്രം ആദ്യമൊക്കെ ഒരു വഴക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് എങ്ങനെ അത് സ്നേഹത്തിലേക്ക് കലാശിച്ചതെന്നൊക്കെ കൃഷ്ണനോട് ചോദിക്കുമ്പോഴത്തേനും കൃഷി പറയുന്നുണ്ട്, അതൊരു കഥയാണ് മോളെ. ആദ്യം ഞാൻ അവളെ കണ്ടപ്പോഴത്തേനും എനിക്ക് അത്രയും വെറുപ്പായിരുന്നു. പിന്നെ നമ്മുടെ കമ്പനിയിലെ ഒരു ക്യാൻറ്റീനിൽ ജോലിക്കാരിയായി. അവിടെ വെച്ച് തന്നെ അവളോട് ദേഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവളെന്നെ സ്റ്റേഷനിൽ കയറ്റിയതോടുകൂടി അരയിൽ നിന്ന് ഞാൻ അവളെ പറഞ്ഞയക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അതിൽ നിന്നും അവൾ പിന്മാറാൻ താല്പര്യപ്പെട്ടില്ല. പിന്നീട് അവൾ അച്ഛൻ്റെ കൂടെ പോയിട്ട് അങ്ങനെ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്ത് അപ്പം നമ്മുടെ അലികയ്ക്ക് വേണ്ടിയിട്ട് വലിയൊരു ഡിസൈൻ ചെയ്തു. പക്ഷേ ഞാനത് തിരിച്ചറിഞ്ഞത് മാനസയുടെ ആ ഒരു ദേവ്ജി പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുമ്പോഴാണ്. ആ ഡിസൈൻ കൺമണിയാണ് ചെയ്തതെന്ന് ദേവ്ജി എല്ലാവരുടെയും മുന്നിൽ വെച്ച് വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയെന്ന് പറയുന്നു. അതിലും അവരിലൊരു അർഹതയില്ലാതെ മാറി നിൽക്കുകയാണ് ചെയ്തത്. മാനസയ്ക്ക് ആ ഒരു നം കൊടുത്തിട്ട് കൺമണി മാറി നിൽക്കല്ലേ ചെയ്തത്. ഇതൊക്കെ അവളുടെ വലിയൊരു മനസ്സല്ലേ മോളെ, ഇത് കാണാതെ എങ്ങനെ പോകാനാണ്? പക്ഷേ അവളെ തിരിച്ചറിയാൻ ഞാൻ കുറച്ച് വഴുകിപ്പോയി. എൻ്റെ മനസ്സിൽ എപ്പോഴും അവൾ മാത്രമേ ഉള്ളൂ. ഇനി ജീവിതകാലം മുഴുവനും എൻ്റെ കൺമണിയില്ലാതെ എനിക്ക് ജീവിക്കാനും സാധിക്കില്ല. അവൾ എൻ്റെ കൂടെ എന്നും വേണം, ഇല്ലെങ്കിൽ ഈ ക്രിസാഗർ ഇല്ല മോളെ എന്ന് പറയുന്നുണ്ട്. മറ്റൊരു പെൺകുട്ടിക്കും എൻ്റെ മനസ്സിൽ ഇനി സ്ഥാനം ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. എനിക്ക് അഭിമാനം തോന്നുന്നു ഏട്ടാ, ഏട്ടൻ ഇത്രമാത്രം ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം വലുതായിരിക്കും. ഇപ്പം നിങ്ങൾ രണ്ടുപേരും ജയിലിലാണ്, കൺമണിയും നിങ്ങളും ജയിലിലാണെന്ന് പറയുന്നുണ്ട്.
അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞത്? ഏട്ടൻ്റെ മനസ്സിൽ കൺമണിയും കൺമണിയുടെ മനസ്സിൽ ഏട്ടനും മാത്രമേ ഉള്ളൂ. നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ തടവറയിൽ തന്നെയല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഏട്ടാ, ഈ ഭക്ഷണം കഴിക്കേട്ടാ. ഏട്ടൻ്റെ മനസ്സിലുള്ള കൺമണിക്കും വിശക്കില്ലേ? ഏട്ടൻ കഴിച്ചാലല്ലേ അവർക്ക് ആ വിശപ്പ് മാറുകയുള്ളൂ എന്ന് പറയുന്നു. അതിനുശേഷം തന്നെ എനിക്ക് വേണ്ട മോളെ, എന്നാൽ ഏട്ടൻ കഴിക്കണ്ട, എനിക്ക് വാരിത്തായോ, എനിക്ക് നല്ല വിശപ്പുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞതെന്ന് പറയുമ്പോഴത്തേനും എന്നാൽ ശരി ഞാൻ വാരിത്തരാമെന്ന് പറഞ്ഞിട്ട് കൃപയ്ക്ക് വാരി കൊടുക്കാട്ടോ. പക്ഷേ കൃപയാണെങ്കിലോ ഏട്ടന് ഭക്ഷണം കഴിപ്പിക്കാനുള്ള ഓരോ അടവ് കാണിക്കുകയാണ്. തിരിച്ച് വാരി കൊടുക്കാട്ടോ ചെയ്യുന്നത്. അങ്ങനെ പരസ്പരം വാരി കൊടുത്ത് നിൽക്കാട്ടോ ചെയ്യുന്നത്. ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ഇന്നൊരു രാത്രി തള്ളി നീക്കിയാൽ പോരേട്ടാ, നാളെ രാവിലെ കൺമണിക്ക് ജാമ്യം കിട്ടും, കൺമണി പുറത്തിറങ്ങും എന്ന് പറയുന്നുണ്ട്. ഉള്ളൂ എനിക്ക് സന്തോഷം. പിന്നെ ഏട്ടാ, എല്ലാ കാര്യം കൊണ്ടും അച്ഛനും അമ്മയും വിഷമിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ആൻറ്റിയമ്മയെ ചേട്ടൻ ചീത്ത പറഞ്ഞില്ലേ, പിന്നെ അല്ലാണ്ട് എന്ത് ചെയ്യാനാണ്? എല്ലാം ശരിയാവും ഏട്ടാ, ഇനി അതിനെക്കുറിച്ച് വിഷമിക്കണ്ട കേട്ടോ എന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കൺമണിയാട്ടോ. കൺമണിയെ ജയിലിൽ വെച്ചിട്ട് കൃഷിനെക്കുറിച്ചൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ സുമിത്ര വരുന്നത്. അവളെ ഒന്ന് ശരിയാക്കാം എന്ന മട്ടിൽ തന്നെയാട്ടോ ആ സെല്ലിനകത്തേക്ക് കയറി വരുന്നത്. എടി ഇതിൻ്റെ ഞാൻ എന്ന് പറയട്ടെ അടിക്കാനായിട്ട് നോക്കുന്നുണ്ട്, പക്ഷേ ഒരടി ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ 100 അടി അങ്ങോട്ട് തിരിച്ച് കൊടുക്കാട്ടോ ചെയ്യുന്ന കൺമണി സുമിത്രനെ അടിച്ച് ശരിപ്പെടുത്തുന്നുണ്ട്. അന്ന് ഹോസ്പിറ്റൽ ശരിപ്പെടുത്തിയതുപോലെ തന്നെ ഇപ്പോഴും അവളെ ശരിപ്പെടുത്താനായിട്ട് നോക്കാട്ടോ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ പിന്നീട് അടിച്ച് അമർത്തി അവിടെ വീഴ്ത്തിയിടുന്നു. കൺമണിയോടാണോ കളി എന്ന മട്ടിൽ തന്നെ കൺമണി അവിടെ നിൽക്കുന്നുമുണ്ട്. അതിനുശേഷം വീണ്ടും കാണിക്കുന്നത് അമ്മായിമാരെ തന്നെയാണ് കേട്ടോ. അമ്മായിമാരാണെങ്കിലോ എല്ലാ കാര്യങ്ങളും മുട്ടിച്ച് നോക്കുകയാട്ടോ ചെയ്യുന്നത്. അന്ന് ധനലക്ഷ്മി കൺമണിക്ക് വേണ്ടിയിട്ട് വരുണിൻ്റെ കൂടെ നിന്നിട്ടുള്ളതാണ്. കൺമണിയെ പുറത്താക്കാൻ വേണ്ടിയിട്ട് അവൾ തന്നെയായിരിക്കും ഇതിൻ്റെ പുറകിൽ. കാരണം ബുദ്ധി വരുണിൻ്റേതായെങ്കിൽ ജയിപ്പിച്ചത് ധനലക്ഷ്മി തന്നെയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ കണ്ടില്ലേ ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ സംസാരിച്ചു കൊണ്ടേ നടക്കുന്നത്. അത് അതിന് വേണ്ടിയിട്ട് തന്നെയാണെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി. പാവം നമ്മുടെ കൺമണിയെ അവൾ അകത്താക്കിയില്ലേ, ആ പാവത്തിനോട് നമ്മൾ എന്ത് ചെയ്തു? പാവം ഒരു നേരം ഭക്ഷണം പോലും കഴിക്കാണ്ട് ആകെ നാണം കെട്ടിട്ടല്ലേ അന്ന് ആ ജയിലിലേക്ക് പോയത്. വരുൺ എന്ത് വൃത്തികെട്ടവനാണ് അവൻ, എന്ത് ദുഷ്ടനാണ്. അവനുള്ള ശിക്ഷ ദൈവം കൊടുത്തിട്ടുണ്ടാവും. അവൻ എന്തിനാണ് കൺമണിയുടെ പുറകെ ഇങ്ങനെ നടക്കുന്നത്? പിന്നെ ക്രിസാറുണ്ടല്ലോ എന്നൊരു ആശ്വാസത്തിൽ മാത്രമാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ഒരു ദിവസം കൺമണിക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നില്ലേ? അത് ഇവൻ കാരണമല്ലേ? കൂടെ നിന്നിട്ടുണ്ടായിരുന്ന ധനലക്ഷ്മി കാരണമല്ലേ അവനിങ്ങനെ സംഭവിച്ചത്? പാവം തന്നെ. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്കൊരു പണി കൊടുത്താലോ ധനലക്ഷ്മിക്ക്? നല്ല ഇരുട്ടടി അടിക്കുകയാണ് വേണ്ടത്. നമ്മൾ നേരിട്ട് തന്നെ സംസാരിക്കുക. അവൾ എതിർത്ത് നിൽക്കുകയാണെങ്കിൽ അപ്പം കൊടുക്കണം, എന്നിട്ടേ കാര്യമുള്ളൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ അങ്ങനെ രക്ഷപ്പെടാനൊന്നും നോക്കണ്ട. നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ തന്നെയുള്ളൂ കൺമണി. പാവം, അവൾക്ക് വേണ്ടി ഇത്രയെങ്കിലും നമ്മൾ ചെയ്യണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും ശിക്ഷ കൊടുക്കണം, പക്ഷെ കൺമണി തിരിച്ചു വരട്ടെ. ഇപ്പം നമുക്കൊരു ഡോസ് കൊടുക്കാം അവൾക്ക് വേണ്ടിയിട്ട്, അതായത് ധനലക്ഷ്മിക്ക് വേണ്ടിയിട്ട് നമുക്ക് ശരിയാക്കണം എന്ന രീതിയിലൊക്കെ അമ്മായിമാരവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും കൺമണിക്ക് വേണ്ടിയിട്ട് അവർക്ക് ഇത്രയെങ്കിലും ചെയ്യാൻ സാധിക്കുന്നുണ്ടല്ലോ. പക്ഷേ കൺമണിയാണെങ്കിലോ എല്ലാവരുടെ മുന്നിലും പൊരുതി തന്നെയാട്ടോ നിൽക്കാനായിട്ട് പോകുന്നത്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്. പ്രൊമോ വിശേഷമായിട്ട് വൈകിട്ട്